നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും അദ്ദേഹത്തിൻ്റെ അഴിമതി സർക്കാരിനെതിരെയും ഏറ്റവും ശക്തമായ നിലപാടും വാക്കുകളുമുള്ള യുവ കോൺഗ്രസ് നേതാവ് അറസ്റ്റിലേക്ക് നീങ്ങുകയാണ്. മുൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഏതു നിമിഷവും അറസ്റ്റ് ചെയ്യപ്പെടാവുന്ന സാഹചര്യത്തിലാണ്. കഴിഞ്ഞ 3 മാസത്തിലേറെയായി രാഹുലിനെതിരെ നടക്കുന്ന കൃത്യമായ പ്ലാനിങ്ങോടെയുള്ള പദ്ധതിയുടെ പരിസമാപ്തിയാണ് ഇന്നലെ പൂർത്തിയായത്. രാഹുൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന തരത്തിൽ കഴിഞ്ഞ കുറേ കാലമായി സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും പത്രങ്ങളിലുമൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തയിലെ നായകി ഇന്നലെ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി സമർപ്പിച്ചു. മുഖ്യമന്ത്രി ഓഫീസിലെത്തി തന്നെ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് ബോധ്യപ്പെടുത്തിയ ഉടൻ തന്നെ മുഖ്യമന്ത്രി ക്രൈംബ്രാഞ്ച് മേധാവി H. വെങ്കടേഷിനെ വിളിച്ചു വരുത്തി. ക്രൈംബ്രാഞ്ച് മേധാവിയുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തിയതിൻ്റെ തൊട്ടു പിന്നാലെ ആ യുവതിയുടെ മൊഴി വിശദമായി തന്നെ പോലീസ് രജിസ്റ്റർ ചെയ്തു. തിരുവനന്തപുരം റൂറൽ SP-യുടെ നേതൃത്വത്തിൽ പ്രത്യേക പോലീസ് സംഘത്തെ കേസ് അന്വേഷണത്തിന് വേണ്ടി ചുമതലപ്പെടുത്തുകയും ചെയ്തു. 3 മാസം മുമ്പ് തന്നെ സ്ത്രീകളുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നുവെന്ന വകുപ്പ് ചുമത്തി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തിരുന്നു. ആ കേസന്വേഷണം പുരോഗമിക്കുകയാണ്. എന്നാൽ ഒരു സ്ത്രീ പോലും തന്നെ ശല്യം ചെയ്തു എന്ന് മൊഴി കൊടുക്കാതിരുന്നത് കൊണ്ട് കേസന്വേഷണം ഒരിടത്തും എത്തിയില്ല. പല തെളിവുകളും പോലീസ് ശേഖരിച്ചു തുടങ്ങി. എങ്ങനെയെങ്കിലും അറസ്റ്റ് ചെയ്തോളൂ, തെളിവൊക്കെ പിന്നീടുണ്ടാക്കാം എന്ന് ഉന്നതന്മാർ നിർദ്ദേശം കൊടുത്തിട്ടും പോലീസിന് മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. എന്നാൽ ഒരു യുവതി തന്നെ നേരിട്ട് വന്ന് തന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, താൻ ബലാത്സംഗത്തിനിരയായി, തൻ്റെ വയറ്റിൽ ഈ നേതാവുണ്ടാക്കിയ കുഞ്ഞിനെ ഗർഭചിത്രം നടത്താൻ എന്നെ ഭീഷണിപ്പെടുത്തി നിർബന്ധിച്ച് സമ്മതിപ്പിച്ചു. അങ്ങനെ അശാസ്ത്രീയമായ മരുന്നുകൾ ഉപയോഗിച്ച് ജീവൻ പോലും അപകടത്തിലാക്കുന്ന തരത്തിൽ ഗർഭചിത്രം താൻ നടത്തിയത് ഈ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ്. ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ഓഡിയോ ക്ലിപ്പുകൾ അടക്കമുള്ളവ സഹിതമാണ് മുഖ്യമന്ത്രിയെ കണ്ടതും കൈമാറിയതും. പോലീസ് വിശദമായി തന്നെ ഈ സ്ത്രീയുടെ മൊഴിയെടുത്തു. മൊഴിയുടെ അടിസ്ഥാനത്തിൽ ബലാത്സംഗവും വിവാഹ വാഗ്ദാനം നൽകി പീഡനം നടത്തി എന്ന വഞ്ചനയും അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ, മാത്രമല്ല അശാസ്ത്രീയ മാർഗത്തിലൂടെ ഒരു സ്ത്രീയുടെ ജീവൻ തന്നെ അപകടത്തിലാവുന്ന തരത്തിൽ ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചു, അതിനുവേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു തുടങ്ങിയ ജാമ്യമില്ലാ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് വലിയമല പോലീസാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ FIR രജിസ്റ്റർ ചെയ്തത്. എന്നാൽ ഈ FIR വലിയമലയിൽ നിന്നും നേമം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുമെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ. എന്നാൽ വലിയമല പോലീസോ നേമം പോലീസോ ആയിരിക്കില്ല കേസ് അന്വേഷിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയാണ്. അന്വേഷണ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്നത് തിരുവനന്തപുരം റൂറൽ SP ആയിരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിലും യുവതിയും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണം എന്ന നിലയിൽ കഴിഞ്ഞ 3 മാസത്തിനിടയിൽ പലപ്പോഴായി പുറത്തുവിട്ട ശബ്ദരേഖകൾ തന്നെയായിരിക്കും ഇതിലെ പ്രധാനപ്പെട്ട തെളിവ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വാട്സാപ്പിലൂടെ നടത്തിയ സംഭാഷണം മറ്റൊരു ഫോൺ ഉപയോഗിച്ച് യുവതി റെക്കോർഡ് ചെയ്യുകയും ഡിസപ്പിയറൻസ് മെസ്സേജ് ഉണ്ടായിരുന്ന വാട്സാപ്പ് ചാറ്റുകൾ അപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിക്കുകയും ചെയ്താണ് യുവതി തെളിവുണ്ടാക്കിയിരിക്കുന്നത്. ഈ തെളിവുകളെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയിലാണ് രാഹുലിനെതിരെ FIR രജിസ്റ്റർ ചെയ്തത്. ഇന്ന് രാവിലെ തന്നെ യുവതിയെ കോടതിയിൽ ഹാജരാക്കി മൊഴിയെടുക്കും എന്നും റിപ്പോർട്ടുകളുണ്ട്. ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നത് കൊണ്ടും ഇത് തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ടും എത്രയും വേഗം രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനാണ് മുഖ്യമന്ത്രി ഉത്തരവിട്ടിരിക്കുന്നത്. ഇന്നലെ ഉച്ച കഴിഞ്ഞ് തൃശ്ശൂരുള്ള ഒരു അഭിഭാഷകരുടെ സഹായത്തോടെ പരാതി തയ്യാറാക്കി യുവതി മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു എന്ന വാർത്ത വന്ന് ഏതാനും മണിക്കൂറുകൾക്കകം രാഹുൽ മാങ്കൂട്ടത്തിന് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫായി. എന്നാൽ 6 മണിയോടെ രാഹുൽ മാങ്കൂട്ടത്തിനുമായി ഞാൻ ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. എന്നാൽ 6:30 മണിയോടെ രാഹുലിനെ വിളിക്കുമ്പോൾ കിട്ടുന്നില്ല. പോലീസ് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ടെലിഫോൺ സ്വിച്ച് ഓഫ് ആയെന്നാണ്. രാഹുൽ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി തലേദിവസം രാത്രി വരെ പാലക്കാട് ഉണ്ടായിരുന്നു. ഇന്നലെ പക്ഷേ രാഹുൽ ഒട്ടും സജീവമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ രാഹുൽ പാലക്കാട് ഉണ്ടാവും എന്ന സൂചനയാണ് പോലീസിനുള്ളത്. പാലക്കാടും കോയമ്പത്തൂരുമൊക്കെ രാഹുലിനെ അന്വേഷിക്കാൻ പോകുന്നെന്ന് പോലീസ് പറയുന്നു. റിപ്പോർട്ടർ ചാനലൊക്കെ പറയുന്ന രാഹുൽ മുങ്ങി, രാഹുലിനെ തേടി പോലീസ് ഇന്നലെ രാത്രി മുഴുവൻ അലഞ്ഞു എന്നൊക്കെയാണ്. പക്ഷേ ഇന്ന് വെളുപ്പാങ്കാലത്താണ് FIR ഇട്ടത്. FIR ഇടാതെ പോലീസിന് അന്വേഷിക്കാൻ സാധ്യമല്ല. എന്നാൽ രാഹുലിനെതിരെ FIR രജിസ്റ്റർ ചെയ്യും എന്നുറപ്പായ ഉടൻ തന്നെ പോലീസ് രാഹുലിൻ്റെ മൊബൈൽ ഫോൺ പരിശോധിച്ച് തുടങ്ങിയിരുന്നു. പലപ്പോഴും ഇത്തരം കേസുകളിലെ പ്രതികളെ പിടിക്കാൻ പോലീസ് ആദ്യം തന്നെ മൊബൈൽ ഫോണിൻ്റെ ടവർ ലൊക്കേഷന് പിന്നാലെ പോകും. പാലക്കാടാണ് പോലീസിൻ്റെ കണക്കനുസരിച്ച് രാഹുലിൻ്റെ അവസാനത്തെ മൊബൈൽ ലൊക്കേഷൻ. അവിടെ വെച്ച് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. അവിടെ നിന്നും എങ്ങോട്ട് പോയി എന്നതായിരിക്കും പോലീസിൻ്റെ അന്വേഷണം. പാലക്കാടും പത്തനംതിട്ടയും കേന്ദ്രീകരിച്ചായിരിക്കും പ്രധാന അന്വേഷണം.
കോയമ്പത്തൂരിലേക്ക് കടന്നോ എന്ന് അന്വേഷിക്കാൻ പോലീസ് തയ്യാറാവും. രാഹുലിന് മുമ്പിൽ 2 വഴികളാണുള്ളത്. ഒന്ന്, പോലീസിൽ കീഴടങ്ങി അറസ്റ്റ് വരിക്കുക. അറസ്റ്റ് വരിച്ചാൽ ഹൈ പ്രൊഫൈൽ കേസായതുകൊണ്ട് മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്യും. അത് വലിയ രാഷ്ട്രീയ വിവാദമായി മാറും. അതേസമയം രാഹുലിനെ മാറി നിന്ന് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കാം. എന്നാൽ അത് എത്ര കാലം എടുക്കും എന്ന കാര്യത്തിൽ ഉറപ്പില്ല. അത്രയും കാലം രാഹുലിനെ അന്വേഷിച്ചുള്ള വാർത്തകളായിരിക്കും പോലീസ് പ്രാധാന്യത്തോടെ കൊടുക്കുന്നത്. ഇപ്പോൾ തന്നെ മറ്റു വാർത്തകളെല്ലാം തെരഞ്ഞെടുപ്പ് വാർത്തകൾ, ശബരിമലയിലെ അയ്യപ്പ മോഷണത്തിൻ്റെ വാർത്തകൾ, ഇന്നലെ 24 ന്യൂസ് പുറത്തുവിട്ട സുപ്രധാനമായ വാർത്തയുണ്ട്. ഏത് ചാനൽ എന്ന് പറയാതെ തന്നെ ക്രിപ്റ്റോ കറൻസി ഇടപാടിലൂടെ വലിയ ബാർക്ക് റേറ്റിംഗ് തട്ടിപ്പ് നടത്തുന്നതിനെക്കുറിച്ച് ഇതൊക്കെ മുങ്ങിപ്പോയി. ഏറ്റവും പ്രധാനപ്പെട്ടത് രാഹുലുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. കാരണം ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാർത്ത ഇത് തന്നെയാണ്. എന്തായാലും രാഹുലിൻ്റെ തീരുമാനം എന്താണ് എന്ന് കണ്ടറിയേണ്ടതാണ്. ഈ കേസ് നിലനിൽക്കുമോ എന്ന ചോദ്യം തികച്ചും പ്രസക്തമാണ്. കാരണം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് കേസ്. എന്നാൽ ഈ പീഡനം നടക്കുന്ന സമയത്ത് യുവതി വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷം പോലും പൂർത്തിയായിരുന്നില്ല. 2024 ഓഗസ്റ്റിലായിരുന്നു യുവതിയുടെ വിവാഹം. അതിനുശേഷം 1 വർഷം തികയുന്നതിന് മുൻപാണ് യുവതി ലൈംഗിക പീഡനം നടത്തി എന്ന തരത്തിൽ വാർത്ത പുറത്തേക്ക് വരുന്നത്. മാത്രമല്ല, പരാതിക്കാരിയുടെ വിവാഹമോചനം നടന്നിട്ടുമില്ല. അതാണ് രാഹുൽ ഈശ്വറിനെ പോലുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത്. രാഹുൽ ഈശ്വർ ഇന്നലെ ചാനലുകളോട് പറഞ്ഞത് വഞ്ചിക്കപ്പെട്ടത് രാഹുൽ മാങ്കൂട്ടത്തിലാണെന്നാണ്. അതായത് ആ യുവതി വിവാഹിതയാണ് എന്ന കാര്യം മറച്ചുവെച്ച് രാഹുലിനെ വഞ്ചിക്കുകയാണ് ചെയ്തത്. രാഹുൽ കുഞ്ഞു വേണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഹുൽ ആത്മാർത്ഥമായി സ്നേഹിച്ചതുകൊണ്ട് പറഞ്ഞതാണ് എന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞത് നിയമപരമായി ചർച്ചയാവേണ്ടി വരും. അതേസമയം സോഷ്യൽ മീഡിയയിലെയും ചാനലുകളിലെയും വലിയൊരു വിഭാഗം പറയുന്നത് രാഹുലിൻ്റെ ഇരകൾ ഒരാൾ മാത്രമല്ല, അനേകം ഇരകൾ രാഹുലിനുണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ അനേകം ഇരകളിൽ ഒരാൾ മാത്രമായിരുന്നു ഈ യുവതിയെന്നും മറ്റു യുവതികൾ കൂടി രംഗത്ത് വരുമെന്നുമാണ്. അങ്ങനെ പല യുവതികൾ രംഗത്ത് വന്നാൽ തീർച്ചയായും രാഹുലിനെ അത് കാര്യമായി ബാധിക്കും. അതേസമയം മറ്റൊരു യുവതികളും രംഗത്ത് വരുന്നില്ലെങ്കിൽ ഈ യുവതി വിവാഹിതയായിരുന്നു, ആ വിവാഹ കാര്യം മറച്ചു വെച്ചാണ് അവർ തമ്മിൽ ബന്ധത്തിലുണ്ടായത്, രാഹുൽ വഞ്ചിക്കപ്പെട്ടു എന്നൊരു ഡിഫൻസ് എടുത്താൽ അത് രാഹുലിന് അനുകൂലമാവാം. മാത്രമല്ല, യുവതിയുടെ രാഷ്ട്രീയ പശ്ചാത്തലം നിർണായകമാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിരോധമുയർത്തുക, ബോധപൂർവം താൻ വഞ്ചിക്കപ്പെട്ടു എന്ന് പറഞ്ഞാവാം. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിനെ ഇത് ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. മറ്റു വിഷയങ്ങളെല്ലാം അപ്രസക്തമായിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവ് 3.5 മാസത്തിന് ശേഷം യഥാർത്ഥ പ്രതിയായിരിക്കും. ഇതുവരെ രാഹുലിനെ പിന്തുണച്ചിരുന്നവർ, ഞാനടക്കമുള്ളവർ ചോദിച്ചത് ഒരു പെൺകുട്ടിയും പരാതിപ്പെട്ടിട്ടില്ലല്ലോ, കേസെടുത്തിട്ടില്ലല്ലോ എന്നതായിരുന്നു. ഇപ്പോൾ ആ പ്രതിരോധം നഷ്ടമായിരിക്കുന്നു. രാഹുലിനെതിരെ പരാതിയുണ്ട്, രാഹുലിനെതിരെ കേസുണ്ട്. അതുകൊണ്ട് തന്നെ നിയമപരമായ നടപടിക്രമങ്ങളിലൂടെ രാഹുൽ കടന്നു പോകുമ്പോൾ അതിനെ ന്യായീകരിക്കാനോ പ്രതിരോധിക്കാനോ സാധ്യമല്ല. റിപ്പോർട്ടർ ചാനലിനും ന്യൂസ് മലയാളം ചാനലിനും ഈ വിഷയത്തിൽ പ്രത്യേക താല്പര്യമുണ്ട് എന്ന് നമുക്കറിയാം. അവരാണ് ഇതുമായി ബന്ധപ്പെട്ട പല വിവരങ്ങൾ പുറത്തേക്ക് വിടുന്നത്. ഇന്നലെ മറ്റൊരു ശബ്ദരേഖ കൂടി പുറത്തുവിട്ടിരുന്നു. ഈ യുവതി മറ്റൊരു യുവതിയോട്, ഒരുപക്ഷെ കൂട്ടുകാരിയാവാം, യുവതിയോട് സംസാരിക്കുന്ന വിഷയമാണ്. ഗർഭചിത്ര കാലത്ത് അനുഭവിച്ച യാതനകൾ, നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കാലത്ത് മരുന്ന് കൊടുത്തു വിട്ടത്, അങ്ങനെ അനധികൃത മരുന്ന് കൊടുത്തപ്പോൾ ഡോക്ടർ ഇത് നിങ്ങളെ കൊല്ലാൻ വേണ്ടി തന്നുവിട്ടതാണ്, ഇത് ആരാണ് തന്നുവിട്ടത്, ഒരു പരിശോധനയും നടത്താതെ ഇതൊക്കെ കഴിച്ചാൽ നിങ്ങളുടെ ജീവിതം തീർന്നു പോകില്ലേ എന്ന് ഡോക്ടർ ചോദിച്ചു തുടങ്ങിയ സംഭാഷണങ്ങളാണ്. ഇതാണ് ബിഗ് ബ്രേക്കിംഗ് ആയി ഇന്നലെ റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ടത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല, പുറത്താക്കി തടി തപ്പിയെങ്കിലും കോൺഗ്രസും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ പ്രതിരോധത്തിലാണ്.